പറഞ്ഞ നന്നായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നിട്ടുണ്ട്, അതിൽ പങ്കാളിത്തം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമരങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ 14 ജില്ലയിലും ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. സമരങ്ങളുടെ ഭാഗമായതിന്റെ പേരിലുള്ള കേസുണ്ട്. അതിലൊരു കേസ് നടപടിക്രമങ്ങൾ പാലിച്ചപ്പം പിഴയടച്ച് തീരേണ്ട ഒരു കേസ് അങ്ങനെ വന്നു. അതിപ്പം ഇന്ന് കോടതിയിൽ ഹാജരാവാൻ ഇച്ചിരി വൈകി പല കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പിഴയടച്ചു. അതിന്റെ ഒരു ടിൽറൈസ് ഒരു വിധി ഉണ്ടായിരുന്നു, അതും തീർത്തു. ഇപ്പോൾ ആ കേസ് തീർന്നു. ഇനിയും സമരങ്ങളുടെ പേരിലുള്ള കേസുകൾ കുറെ ഉണ്ട്. അല്ല, ഈ കേസിൽ എന്ത് പറ്റി? നേരത്തെ തന്നെ പിഴയടച്ച് തീർക്കാവുന്ന ഒരു ചെറിയ കേസ്. അങ്ങനെ ചെറിയൊരു സ്പ്ലിറ്റ് വന്നു കേസിൽ. ഇപ്പം കേസ് നമ്പറിൽ ഒരു സ്പ്ലിറ്റ് വന്നു. 1-2 ആളുകൾ പിഴയടച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പ്ലിറ്റ് വന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേഷനിലും ചിലത് അഡ്രസ്സിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നല്ലോ. അതിലിപ്പോൾ എപ്പോഴാണെങ്കിലും പിഴ അടച്ച് തീരേണ്ട ഒരു കേസ് തന്നെയായിരുന്നു. കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് സമരങ്ങളുടെ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നടന്ന ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടന്ന ഒരു സമരമാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസാണ്. ഇപ്പൊ ഈ അമൃത് ഭാരത് ട്രെയിനിന്റെ വിഷയം മലബാറിന്റെ വലിയൊരു നിരാശയുണ്ട് ആ കാര്യത്തിൽ. സ്റ്റോപ്പുകൾ അനുവദിക്കുന്നതിലും പ്രത്യേകിച്ച് വടകരയാണെങ്കിലും പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്റ്റേഷനുകളൊന്നും സ്റ്റോപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇപ്പം വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൊയിലാണ്ടി, വടകര, മാഹി, തലശ്ശേരി 4 പ്രധാനപ്പെട്ട സ്റ്റേഷൻ. അതിൽ തലശ്ശേരിക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻ, വടകര ഇപ്പം നവീകരിച്ച ഒരു സ്റ്റേഷനും കൂടിയാണ്. അപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമുക്ക് കോവിഡ് കാലത്ത് നിർത്തിവെച്ചിരുന്ന ഒരു 3 ട്രെയിനിന്റെ സ്റ്റോപ്പ് നമുക്ക് റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയെങ്കിലും ഈ ട്രെയിനിന് കൂടുതൽ സ്റ്റോപ്പുകൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് ആവശ്യവുമാണ്, ജനത ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങുകയാണ്. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലെ എംപിമാരെല്ലാവരും കൂടെ ചേർന്ന് നാളെ ബഹുമാനപ്പെട്ട റെയിൽവേ മിനിസ്റ്ററെ കണ്ട് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ജില്ലയിലെ ഒരു സ്റ്റോപ്പ് എന്നുള്ളത് എല്ലായിടങ്ങളിലും പാലിക്കപ്പെട്ടിട്ടുമില്ല. ചിലയിടങ്ങളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ മാനദണ്ഡങ്ങളും സ്റ്റേഷന്റെ ഇൻകവും വരുമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ പോലും കിട്ടേണ്ടതുള്ള അർഹതയുള്ള വടകര ഉൾപ്പെടെയുള്ള സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ലഭ്യമാക്കണം. എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ശബരിമല വിഷയങ്ങളിലൊക്കെ സമരങ്ങൾ കൂടുതൽ മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ശബരിമല ഇന്ന് ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് നമ്മൾ കണ്ടല്ലോ. ഇന്ന് രാവിലെയും പഴയ ദേവസ്വം ബോർഡ് ചെയർമാനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ശബരിമല ഇഷ്യൂ ഒരു ക്ലോസ് ചാപ്റ്റർ അല്ല, അതൊരു അടഞ്ഞ അധ്യായമല്ല. അതിനകത്ത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. കോടതി ഇന്നും നിരീക്ഷിച്ചത് SIT കുറ്റപത്രം ഉൾപ്പെടെയുള്ള സമർപ്പിക്കുന്ന കാര്യത്തിലുണ്ടാവുന്ന വീഴ്ചകളെ സംബന്ധിച്ച ഒന്ന്. ഗവൺമെന്റ് ശ്രമിക്കുന്നത് കൂടുതൽ ആളുകളെ, ഹയർ അപ്സിലുള്ള കൂടുതൽ ആളുകളെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ അവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഷർ SITയുടെ മേലെ കൊടുക്കുകയാണോ എന്നുള്ള സംശയമാണ് കോടതിക്ക് പോലും ഉണ്ടാവുന്നത്. ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിപ്പോൾ ഞങ്ങളാരും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസല്ല. കോടതി തന്നെ നേരിട്ട് ഇടപെട്ടതും കോടതി തന്നെ SITയെ നിയോഗിച്ചതും കോടതി നിയോഗിച്ച SIT ആയതുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നത്. CPM അതിനകത്തൊക്കെ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഇത്തരം വലിയൊരു അഴിമതി നടത്തി ശബരിമലയിലെ ഒരു കൊള്ള, ആ കൊള്ളക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ പാർട്ടി എല്ലാം മൈറ്റു വെച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുക, പാർട്ടിയിൽ നിന്നൊരു നടപടി എടുക്കാതിരിക്കുക, ഒരു ഷോക്കോസ് പോലും ചോദിക്കാതിരിക്കുക. പക്ഷെ അതേസമയം പാർട്ടി ഒരു ധീരനായ രക്തസാക്ഷിയുടെ പേരിൽ നടത്തിയ പണപ്പിരിവിൽ, ആ പണപ്പിരിവിൽ പാർട്ടി നടത്തിയ വെട്ടിപ്പിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാർട്ടി നിയോഗിച്ച ഓഡിറ്റർ എന്നുള്ള നിലക്ക് ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറയുമ്പോൾ ഒരു കാര്യം, ഒരു വിരോധാഭാസം. പത്മകുമാർ ഇപ്പോഴും പാർട്ടിക്കുള്ളിലും കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തുമാണ് എന്നുള്ളത് പറയുമ്പോൾ ആ കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിൽ, തട്ടിപ്പിന്റെ വെട്ടിപ്പിന്റെ കാര്യത്തിൽ ഇവരുടെ സ്റ്റാൻഡ് എന്താണ്? പിന്നെ ഒരു കാര്യം, ഇപ്പൊ കോൺഗ്രസിന്റെ ലീഗിന്റെയോ സാമ്പത്തിക സോഴ്സിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ വലിയ ഓഡിറ്റർമാരാണ് ഇവരെല്ലാവരും. ഇവരുടെ നേതാക്കന്മാർ CAGയെ വെല്ലുന്ന ഓഡിറ്റർമാരാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാര്യം വരുമ്പോൾ. അവിടെ ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റുമാരെ പോലെയാണ് ഇവരൊക്കെ പെരുമാറാറ്. പക്ഷെ അവരുടെ പാർട്ടിയിലെ ഒരു കാര്യം അവരുടെ പാർട്ടിയുടെ തന്നെ നിയോഗിച്ച ഒരു ഓഡിറ്റർ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്നാണ് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ചോദിക്കുന്നത്. അപ്പൊ ആ ഓഡിറ്റിംഗ് സ്വഭാവം എന്തേ കൈമോശം വന്നത്? രക്തസാക്ഷികളോടാണ്. ഇപ്പം ഞാൻ നേരത്തെ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞതുപോലെ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടായി വരിക. എങ്ങനെ വിഭാഗീയത വരുന്നു? പണ്ടത്തെ പോലെ VS പിണറായി എന്നുള്ളതല്ല. പക്ഷെ ഇപ്പൊ വരുന്നത് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരും എന്നുള്ള തലത്തിലേക്ക് ആ സാധനം പുറത്തു വരിക.
രക്തസാക്ഷി കുടുംബങ്ങൾ പോലും പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി കുറച്ചുപേര് മാറുന്നതിന്റെ പ്രയാസമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾക്കെതിരായിട്ടുള്ള ഈ പ്രതികാര നടപടികളും. നിയമ സംവിധാനങ്ങളല്ലേ സംരക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പാലക്കാട് ആരായിരിക്കും നിലവിൽ സിറ്റിംഗ് MLA-മാരൊക്കെ തുടരുക? എന്തായിരിക്കും ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന അങ്ങേക്കല്ലേ. ആരാണെങ്കിലും അതിപ്പോ സിറ്റിംഗ് MLA ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പാർട്ടി തീരുമാനം അത്തരം കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. എനിക്കിപ്പോ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എനിക്കിപ്പോ ഏതെങ്കിലും സീറ്റിലെ ഇനിയിപ്പം പറവൂർ സീറ്റിലെ സ്ഥാനാർത്ഥി എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റൂ. അപ്പൊ അതൊരിക്കലും ഇങ്ങനെ ഒരു മാധ്യമ ചോദ്യത്തിന്റെ മുമ്പിൽ ആരായിരിക്കും പാലക്കാട്ടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരായിരിക്കും കോഴിക്കോട്ടെ സ്ഥാനാർത്ഥി മറ്റേ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി നാദാപുരം, ഇതൊന്നും ഇപ്പോ ഓഫ് ഹാൻഡ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പാർട്ടി അതിന്റെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അതും പാർട്ടി പ്രസിഡന്റിന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൽഹിയിലെ മീറ്റിംഗിലും പറഞ്ഞൊരു കാര്യം, ഒരുപാട് ഡിലേ ആക്കണ്ട, ഒരുപാട് വൈകിപ്പിക്കേണ്ടതില്ല എന്ന് വെച്ചാൽ ധൃതി കൂട്ടി നാളെ തന്നെ. അതിന്റെ ചില മാധ്യമങ്ങൾ കണ്ടു ജാഥ നടക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വരും. അങ്ങനെയില്ല. ചില മാധ്യമങ്ങൾ വയനാട് ക്യാമ്പ് നടക്കുമ്പോൾ പറഞ്ഞ് 70 സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കും എന്ന്. നിങ്ങളല്ല കേട്ടോ, 70 സ്ഥാനാർത്ഥികളെ ഇപ്പൊ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ കൊടുത്തു. പക്ഷെ അങ്ങനെയൊന്നും ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ഇപ്പൊ സ്ക്രീനിംഗ് കമ്മിറ്റി വന്നു, മധുസൂദന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വന്നു. അവരുടെ ഫസ്റ്റ് റൗണ്ട് ഡിസ്കഷൻ KPC ലീഡർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് സീനിയർ ലീഡർഷിപ്പായിട്ട് ഇലക്ഷൻ കമ്മിറ്റിയായിട്ട് അവരുടെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായി ടൈം ബൗണ്ടായി നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും ഇത്തവണ കോൺഗ്രസിന്റെ പുറത്തു വരാൻ പോവുക എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പാലക്കാട് ബിജെപിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ്. അപ്പോ മുൻ MLA എന്ന നിലക്ക് താങ്കളെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ താങ്കൾ എന്റെ പൊന്നോ, BJP എ ക്ലാസ് മണ്ഡലം എന്നുള്ള നിലക്ക് അവരുടെ അവകാശവാദത്തിനപ്പുറത്തേക്ക് പാലക്കാട് അസംബ്ലി അവർ ജയിക്കാൻ പോകുന്നില്ല. അതൊന്നും നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ എത്രത്തോളം വലിയ ക്ലെയിം ഓഫീസ് വരെ തുറന്നു വെച്ചതാണ്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു വലിയ ക്ലെയിമാ വെച്ചിരുന്നു. അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാണ്. പക്ഷെ പാലക്കാട്ടെ ജനാധിപത്യ സമൂഹം, പാലക്കാട്ടെ മതേതര സമൂഹം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ വളരെ സ്ട്രോങ് ആയി UDF-നൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് BJP ഓഫീസുണ്ട്, അവിടെ ഉണ്ട്.